ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മലയാളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ഈ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷനുമായി വരുന്ന സിനിമയായ എമ്പുരാൻ്റെ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ആ ട്രെയിലറിൻ്റെ ഒരു റിവ്യൂവിലേക്കാണ്, ഒരു ട്രെയിലർ റിയാക്ഷനിലേക്കാണ്. എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ലൈക്ക് ഒന്ന് ചെറുതായിട്ട് കാണിച്ച് പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ ആരാണ്? ആ സൗണ്ട് കുറച്ചും കൂടെ ഒന്ന് ബാസ് ഉള്ള ഒരു സൗണ്ട് ആക്കായിരുന്നു. അത് കുറച്ച് സൗണ്ട് കുറഞ്ഞു പോയി. ഒരുപാട് വൈഡ് ആംഗിൾ ഷോട്ട്സ് ആണ്. ശ്രദ്ധിച്ചാൽ ആദ്യത്തെ ഭാഗത്തെല്ലാം അത് ഈ ഐമാക്സിലെ സിനിമ വരുന്നതിൻ്റെയും കൂടെ ഒരു എഫക്റ്റാണ്. ഒത്തിരി വൈഡ് ആംഗിൾ ഷോട്ട്സ് ഉണ്ട്. പക്ഷേ യൂഷ്വൽ ഷോട്ട്സ് ആണ്. ഷോട്ട്സിൽ ഒരു പുതുമയൊന്നും ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ട്രെയിലർ കണ്ടതിൽ. ഇതിനും നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഷോട്ട്സ് ആണ്, ഫ്രെയിംസ് എല്ലാം. ഡ്രോൺ ഷോട്ട്സ് ഒരുപാടുണ്ട്. ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. BGM സ്കോറും കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. അത്ര ഒരു ടെമ്പോ ബിൽഡ് ചെയ്യുന്നൊരു BGM സ്കോർ അല്ല. അഗൈൻ വൈഡ് ആംഗിൾ ഷോട്ട്സിന്റെ പെരുമഴയാണ് ഫുൾ. ഇപ്പോൾ ഒരു ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ ആയിട്ടുണ്ട്. അത് ക്ലാസ് ആയിട്ടുണ്ട്. ആ ഫ്രെയിമും ആ ഷോട്ടും എല്ലാം. ഇവിടെ ട്രെയിലർ ഇതിന് അടുപ്പിച്ച് തുടങ്ങി. ഇത്രയും ലാഗ് ഈ ഷോട്ടിലോട്ട് വേണ്ടായിരുന്നു. ആ ടെമ്പോ ബിൽഡ് ചെയ്ത് പെട്ടെന്ന് വേറൊരു ആംഗിളിലോട്ട് ട്രെയിലർ പോയി. അതൊരു കല്ലുകടി പോലെ തോന്നുന്നു. അത് നമുക്കറിയാമല്ലോ, സ്റ്റീഫൻ ഡിൽവള്ളി എബ്രാം ഖുറേഷി ആണെന്ന്. പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? അത് CIA ഇൻവോൾവ്മെന്റ് ആവാനാണ് ചാൻസ് ആ ഡയലോഗ്. കാരണം അത് CIA ഒരു യൂഷ്വൽ ലൈനാണത്. ആ കട്ടെല്ലാം മോശമായി പോയി. മിലിറ്ററി ഫൈറ്റിൽ വരുന്നതാണ്. കുറച്ചും കൂടെ ഡിഫറെന്റ് ഷോട്ട്സ് അതിൻ്റെ അകത്ത് ട്രൈ ചെയ്യാമായിരുന്നു. ഇന്ദ്രജിത്ത് ആ പറയുന്നതിനും ഒരു ഇതില്ല. അത് കലക്കൻ ഫ്രെയിമാണ്. ആരുടെ വന്ന് മുണ്ടൊക്കെ മടക്കി കൊടുത്ത കൈയൊക്കെ കാണിക്കുന്ന ഉഗ്രം ഫ്രെയിമാണ്. ഇലിമിനേറ്റിയുടെ ബഹളമാണ്. ബാക്കിലെല്ലാം എലിമിനേറ്റിയാണ് എഴുതി കാണിക്കുന്നതിനെല്ലാം ബാക്കിൽ. കുതിരയുടെ ഷോട്ട് ഇതിനേക്കാളും നല്ലൊരെണ്ണം ടീസറിലുണ്ടായിരുന്നു. ഇതെല്ലാം ക്ലൈമാക്സ് സ്റ്റണ്ടാവാനാണ് സാധ്യത. ഈ ലാർജ് ഷോട്ട്സ് എല്ലാം തന്നെ, ഈ സ്റ്റണ്ട്സ് എല്ലാം തന്നെ. അത് സൂപ്പർ. റൗണ്ട് ആംഗിൾ വരുന്നൊരു ഷോട്ട്. ലൂസിഫർ. എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഐമാക്സ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഐമാക്സ് റിലീസാവുന്ന ഒരു ചിത്രം കൂടിയാണ് എമ്പുരാൻ. ഇനി ടീസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വൈഡ് ആംഗിൾ ഷോട്ട്സ് ഉണ്ട്. അത് ഒബ്വിയസ്ലി ഐമാക്സ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഫോർമാറ്റ് ലക്ഷ്യം വെച്ചിട്ട് തന്നെ ആയിരിക്കണം അത്രയും ഷോട്ട്സ് കൊടുത്തേക്കുന്നത്. കാരണം ഒരുപാട് വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് ഐമാക്സിൽ കാണാനായിട്ട്. കാരണം അതിൻ്റെ ഒരു ലാർജ് സ്കെയിലിൽ. ഇനി ട്രെയിലറിൻ്റെ ബാക്കിയുള്ള ഏരിയയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഓക്കെ ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ടീസറിൽ ഗംഭീരമായ ഫ്രെയിമുകളായിരുന്നു, BGM സൂപ്പറായിരുന്നു.
ടീസർ ഇപ്പോൾ ഒരുപാട് നാൾ മുമ്പാണ് ഞാൻ കണ്ടത്, ഏതാണ്ട് ഒരു മാസമായെന്ന് തോന്നുന്നു ടീസർ വന്നിട്ട്. ടീസറിലുള്ള ഓരോ ഫ്രെയിമും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഫ്രെയിമുകളാണ്. കുതിര കത്തിക്കൊണ്ട് വരുന്ന ഒരു കുതിരയുടെ ഫ്രെയിമായാലും ശരി, ആ പള്ളിക്കകത്തുള്ള സ്റ്റണ്ട്, മഞ്ജു വാര്യർ ഒരു ഡയലോഗ് പറയുമ്പോൾ ബാക്കിൽ കത്തുന്ന ഒരു മരത്തിൻ്റെ ഫ്രെയിം, അങ്ങനെ ഗംഭീരമായ ഷോട്ട്സ് ഉള്ള ഒരു ടീസറായിരുന്നു. പക്ഷേ ഈ ട്രെയിലറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഷോട്ട്സുകളുടെ എണ്ണം വളരെ കുറവാണ്. പേഴ്സണലി എനിക്ക് അതിനകത്ത് കിടിലം ഷോട്ട്സ് എന്ന് തോന്നിയത്, ഒന്ന് ലാലേട്ടൻ ആദ്യം ഇറങ്ങി വരുമ്പോൾ എമ്പുരാനെ എന്ന് പറഞ്ഞ് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ട് പിന്നെ അതിന്ന് ലാർജർ സ്കെയിലിലെ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സൂപ്പർ ഇൻട്രൊഡക്ഷനാണത്. പിന്നൊന്ന് മുണ്ടെല്ലാം മടക്കി കെട്ടിയിട്ട് കൈ കൊണ്ട് കാണിക്കുന്ന ഒരു സീൻ, അതാ ലൈറ്റ് വരുന്നതും ഒരു സിൽ ഔട്ട് ആയിട്ടുള്ള പിന്നെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനും എല്ലാം കലക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഷോട്ട്സ് ആ സ്റ്റണ്ടിൻ്റെ ആ ക്യാമറ പിന്നെ സ്പീഡിൽ ടേൺ ചെയ്ത് വരുന്നതും, ഒരു കാറ് വന്ന് വീണ് കത്തിയതിന് ശേഷമാണെന്ന് തോന്നുന്നത് ക്യാമറ കറങ്ങി വരുന്നത്, അതൊക്കെ ഗംഭീരമായ ഷോട്ട്സാണ്. പക്ഷേ അതിനും അപ്പുറം ഈ ട്രെയിലറിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഷോട്ടുകളോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഗൂസ് പമ്പ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളോ ഒന്നും തന്നെയും ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇതിൻ്റെ BGM ഒരു ലെറ്റ് ഡൗൺ ആയിരുന്നു. ഭയങ്കര ദീപക് ദേവിൻ്റെ BGM കുറച്ചും കൂടെ കുറച്ചും കൂടെ പവറുള്ളതായിരുന്നെങ്കിൽ അന്ന് തന്നെ. കാരണം ലൂസിഫറിൽ മറ്റേ ആ തമിഴ് പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും വരുന്നൊരു BGM സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിൽ ആ BGM ട്രെയിലറിലോട്ടുള്ള BGM വന്നപ്പോൾ ഒരു ഓക്കേയിഷ് BGM ആയിപ്പോയി. ഓവറോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ടീസർ കണ്ടപ്പോൾ ഉള്ളതിനേക്കാൾ പ്രതീക്ഷ കുറവാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ട്രെയിലറിൽ റിവീൽ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഏതാണ്ട് 3.5 മിനിറ്റ് നീളമുള്ള 3:50 4 മിനിറ്റ് നീളമുള്ള ട്രെയിലറാണ്. ഇതിന് പകരം ഒരു 2.5-2.25 മിനിറ്റുള്ള അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മാക്സിമം ഉള്ള ഒരു ട്രെയിലർ കട്ട് ചെയ്തിട്ട് ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു എൻറ്റൈസിങ് ആയിരുന്നേനെ, കുറച്ചും കൂടെ ഒരു അടിപൊളി സാധനമായിരുന്നേനെ. ഇത് എല്ലാ ക്യാരക്ടേഴ്സിനെയും അതിൻ്റെ അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് ആ ക്യാരക്ടേഴ്സിനൊന്നും ട്രെയിലറിൻ്റെ ഫ്രെയിമുകളിൽ കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ട്രെയിലർ കാണുമ്പോൾ ഒരു ഫാൻസിന് വെളിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓക്കെ ട്രെയിലറായിട്ട് മാത്രമാണ് എനിക്കത് തോന്നുന്നത്. കാര്യം ട്രെയിലറിൻ്റെ ഇമോഷണൽ സാധനങ്ങൾ പോലും ഇമോഷണൽ ഒരു ലേ ഓവറുണ്ട് ട്രെയിലർ കൊടുക്കുമ്പോഴുള്ള, ഏത് രീതിയിൽ ഇമോഷൻസ് കൊണ്ടുപോകുന്നു എന്നുള്ളത്. അതിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം നേരെ വേറൊരു പിന്നെ മഞ്ജു വാര്യരുടെ ഡയലോഗിലോട്ടൊരു പിന്നെ താഴോട്ട് പോകുന്നൊരു ട്രെയിലറാണ്, ഒരു സീക്വൻസാണ് ഉണ്ടായിരുന്നത്. എന്തായാലും 1 വീക്കിൽ പടം റിലീസാവുകയാണ്. മലയാളത്തിൽ ഇത്രയും എക്സ്പെക്റ്റേഷനോടെ ഇത്രയും പ്രതീക്ഷകളോടെ ഒരു സിനിമ ഈ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമാണ്. ഒരു വലിയ ഹിറ്റാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്ന. കാര്യം ഈ സിനിമ ഹിറ്റാവുന്നതാണ് ഇനിയുള്ള മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് ആയാലും മേക്കേഴ്സിനൊക്കെ ആയാലും ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, ലൂസിഫർ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ സിനിമ വലിയൊരു ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു. പേഴ്സണലി ഈ ട്രെയിലർ ഒരു പാളിപ്പോയ അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ശ്രമം. പക്ഷേ അതൊട്ട് വിജയിച്ചതുമില്ല. എന്നാൽ എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതുമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഈ ട്രെയിലർ കണ്ടു തോന്നിയത്. ടീസർ ഗംഭീരം ടീസറായിരുന്നു. സോ അഗെയിൻ ടീസറും ട്രെയിലറും എല്ലാം സിനിമയിലെ ഭാഗമാണ്. അപ്പോൾ സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുമാത്രം ഒരു ഓഡിയൻസിലേക്ക് ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു എക്സ്പെക്റ്റേഷൻസ് കീപ്പ് ചെയ്യുന്നു, നമ്മൾ കുറച്ച് രോമാഞ്ചമൊക്കെ വരുന്ന സീനുകളൊക്കെ ഉള്ള ഒരു പടമാണോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, എന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ട്രെയിലറിലുടനീളം പൃഥ്വിരാജ് ലാസ്റ്റ് ലൂസിഫർ എന്ന സിനിമയെക്കാളും കൂടുതൽ ആ ക്യാരക്ടറിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ സിനിമ വരുമ്പം കാണാം. ഇത് ഒരു വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ഫ്രെയിമുകളും ആക്ഷൻ സീക്വൻസുകളും സ്റ്റണ്ടുകളും ഒക്കെ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതെല്ലാം ഓഡിയൻസിന് വലിയൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും ട്രെയിലർ ഇപ്പോൾ എങ്ങനെ വന്നാലും, ട്രെയിലർ മോശമായാലും നല്ലതായാലും സിനിമയ്ക്ക് ഞാൻ ഫസ്റ്റ് ഷോ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ വന്ന് അടുത്ത ആഴ്ച റിവ്യൂ ആയിട്ട് കാണാം. ട്രെയിലർ കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻസിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.